കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ ആംബുലൻസ് കേന്ദ്രീകരിച്ചിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ദുര്യോഗം ചെയ്യുന്ന ഒരു ആംബുലൻസിനും വെക്കാൻ പാടില്ല, ഒരു ഡ്രൈവറും വെക്കാൻ പാടില്ല. ഇപ്പൊ ആയിരക്കണക്കിന് ഡ്രൈവർമാരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ്. ചെക്ക് അവർ ചെയ്തോട്ടെ, കാലുവണ്ടി അല്ല ചെക്ക് ചെയ്യുന്നതിന് നല്ലതാണ്. സത്യത്തിൽ അവർക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റി ശരിക്ക് അതിനെപ്പറ്റി വ്യക്തമായി സൈഡാക്കാനോ ഇതോ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് സംഭവിക്കും. ഞാൻ ഫറൂഖ് അഹമ്മദ്, KUS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ആംബുലൻസ് ഡ്രൈവറെയാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 16 വർഷമായി ഈ മേഖലയിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സേവനം ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ഡ്രൈവർ, പേര് റാസിഖ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഏതായാലും ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. റാസിഖ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പം 16 വർഷത്തോളമായി. റാസിഖ് ആദ്യം ഒരു ടാക്സി ഡ്രൈവറാണ്. അതിലുപരി ഈ ഡ്രൈവർ മേഖല എന്ന് പറയുന്നത് റാസിഖിന്റെ ഒരു പാരമ്പര്യ ഇതായിട്ടാണ് തോന്നുന്നത്. റാസിഖിന്റെ വാപ്പ ഒരു അറിയപ്പെടുന്ന ടാക്സി ഡ്രൈവറാണ്. ഈ ആംബുലൻസ് രംഗത്തേക്ക്, ടാക്സി മേഖലയിൽ നിന്ന് ഈ ആംബുലൻസ് രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് റാസിഖ്? കാരണം എന്ന് പറഞ്ഞാൽ തൊഴില് ഭാഗമായിട്ട് തന്നെ വന്നതാണ്. അപ്പൊ ഈ ആംബുലൻസിന്റെ ഇതില് റാസിഖിന് മറക്കാൻ പറ്റാതെ എന്ത് അനുഭവങ്ങളാണുള്ളത്? അല്ല, അനുഭവം എന്ന് പറയാൻ കൂടുതലും ഇതന്നെ, ഒന്ന് വരുമ്പോ ഒന്ന് മറക്കും, ഒന്ന് വരുമ്പോ ഒന്ന് മറക്കും. കൊണ്ടുപോയിട്ടില്ല. അല്ല, അനുഭവങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾക്ക് ഒറ്റക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവം. നമ്മൾ ഒറ്റക്ക് രോഗികളും കൊണ്ടുപോകുന്നേ ഒരു കേസ് ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് നമ്മൾ തന്നെ ഒരു അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഒറ്റക്ക് പോകേണ്ട വ്യക്തിയുണ്ട്. ഇപ്പൊ സ്വന്തം സ്വകാര്യ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. അതെന്താണ്? ഇപ്പൊ ടാക്സി ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ സജീവമായിട്ട് നിൽക്കണം. ഏത് സമയത്താണ് നിങ്ങൾക്ക് വിളി വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയല്ല മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. അങ്ങനെ മറക്കാൻ പറ്റാതെ എന്റെ വീട്ടിൽ കൂടെ ഉണ്ടെന്ന് രാത്രി എനിക്ക് കേസ് വന്ന രാത്രി 2:30 മണിക്ക് എനിക്ക് വീട്ടിൽ പോകണം. 4:30 മണിക്ക് വീട്ടിൽ പോകണം. അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ അന്നൊരു ആക്സിഡന്റ് വിളി. എനിക്ക് അവരോടൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് കേസ് എടുത്ത് ഞാൻ പോയി. അപ്പൊ എന്റെ വീട്ടിൽ കൂടുതലിന്റെ ടൈമെല്ലാം മാറിയിന്. നമുക്ക് വാങ്ങി കൊടുക്കുമ്പോൾ വീട്ടിൽ കയറണല്ല. അപ്പൊ ആ ടൈമെല്ലാം മാറിയിന്. കാരണം മാറാൻ കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഡോറിന്റെ ചാവി എന്റെ കീശയിലിട്ടിട്ട് ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നു. പക്ഷെ ചിക്കൻ ഞാൻ പോയി 2ാമത് സമയം കുറച്ച് ലേറ്റ് ആയി. കുഴപ്പമൊന്നുമില്ല, ആ സമയം ലേറ്റ് ആയി. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്ക്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാവും? ഇപ്പൊ രോഗികളെ മറ്റെല്ലാം കൊണ്ടുപോയിട്ടുള്ള ദുരനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ? അങ്ങനെ മറക്കാൻ പറ്റാതെ പറഞ്ഞാല് ഒരു കേസ് പോയിട്ട് 5 ആളെയും കൊണ്ട് ഞാൻ പോയതാണ്. അതായത് ആക്സിഡന്റ് ആയിരുന്നു. 5 ആളും പല ആളും പോയിട്ട് 5 ആളും കൊണ്ട് ഞാനാ പോയത്. ഞാൻ തന്നെ അവിടെ നിന്നെല്ലാം കൈകാര്യം ചെയ്തപ്പം OP ടിക്കറ്റ് എടുക്കല്, അവരെ മെഡിസിൻ മാല് ഫസ്റ്റ് എയ്ഡ് കൊടുക്കൽ, എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തതാണ്. അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായെന്ന് അറിയാനും കാരണം പ്രയാസം ഉണ്ടാക്കിയത്. കാരണം നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയ കാര്യം, നമ്മളിൽ നിന്ന് ഒരു OP ടിക്കറ്റിന്റെ പേര് മാറിപ്പോയി. ഫാസിൽ ഫായിസ് ആയിപ്പോയി. ചെറിയൊരു പോരായ്മ ഇനീഷ്യലിലെ കറക്റ്റ് തന്നെ. അപ്പൊ അവർക്ക് ആ ബില്ല് കൊടുത്തപ്പം ആ ബില്ല് പിന്നെ അവർക്കൊരു നമ്മൾ കൊടുത്ത ബില്ല് പിന്നെ അവർക്ക് തൃപ്തി വന്നിട്ടില്ല. അങ്ങനെ തൃപ്തി വന്നിട്ടില്ല. ഇത് അവരെ ബില്ലല്ല, കാരണം പേര് മാറി. അവരെ കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷെ അവർക്ക് ചെക്ക് ചെയ്താൽ കിട്ടുമായിരുന്നു. അവർക്ക് അത് നമ്മൾ കൊടുത്തത് ബില്ല് അത് വലിയ പ്രയാസം ഉണ്ടാക്കിനി. കാരണം നമ്മളത് കൈകാര്യം ചെയ്തിട്ടും ആ ബില്ല് അവർക്ക് ഏൽപ്പിച്ചപ്പോ അവരെ ബില്ലല്ല എന്നുള്ളൊരു ലൈനില് സംസാരം വന്നപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ ആംബുലൻസ് കേന്ദ്രീകരിച്ചിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള നല്ലവരായ ആയിരക്കണക്കിന് ആംബുലൻസ് ഡ്രൈവർമാരും ഒരു ഇതുണ്ടാക്കുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഒരു കുത്തുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ മന്ത്രി തന്നെ ഇത്തരം കർശനമായിട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ റാസിഖിന് എന്താണ് പറയാൻ? ദുര്യോഗം ചെയ്യുന്ന ഒരു ആംബുലൻസിനും വെക്കാൻ പാടില്ല, ഒരു ഡ്രൈവറും വെക്കാൻ പാടില്ല. അത് ദുര്യോഗം ചെയ്യുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് നിൽക്കാനും പാടില്ല. കാരണം ഇപ്പൊ എന്റെ കമ്മിറ്റി, ഞാനിപ്പോ ഒരു ദുര്യോഗം ചെയ്തില്ലെങ്കിൽ എന്റെ കമ്മിറ്റി നിയമപരമായി നല്ല നടപടി എന്റെ പേരിൽ എടുക്കണം. കാരണം നമ്മൾ നല്ല സർവീസ് നടത്തുന്ന ഡ്രൈവർമാരുണ്ട്. ഇതിനെ കൊണ്ട് വലിയ പ്രയാസം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആള് നമ്മളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്ത കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. പിന്നെ നമ്മളറിയുന്ന ആൾക്ക് നമ്മളെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയാം. എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് എന്നറിയാം. അങ്ങനെയല്ല എന്തെങ്കിലും ഒരു പരിശോധന മറ്റേ അധികാരികളുടെ ഭാഗത്തുനിന്ന് റാസിഖിന് നേരിട്ട് വന്നിട്ടുണ്ട്? എങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? എനിക്ക് തോന്നുന്നു ഇപ്പോ ആയിരക്കണക്കിന് ഡ്രൈവർമാരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ്. ചെക്ക് അവർ ചെയ്തോട്ടെ, കാലുവണ്ടി അല്ല ചെക്ക് ചെയ്യുന്നതിന് നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്ന നല്ലവരായ സർവീസ് നടത്തുന്ന ആൾക്കാരുമുണ്ട്.
ഇതിലെല്ലാരും നല്ലതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവരെല്ലാം ഇപ്പൊ കണ്ടെത്തുന്നത്. കാരണം ആ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലൂടെ കണ്ടില്ല, കഞ്ചാവ് ഒരു വണ്ടി കൊണ്ടുവന്ന്, കഞ്ചാവ് കൊണ്ടുവരേണ്ട വാഹനമല്ലേ ഇത്. ഇത് ശരിക്കും രോഗികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മാത്രമില്ല വാഹനം. ഇതിനെ മറ്റുള്ളവർക്കൊരു സംശയാസ്പദമാകുന്ന രീതിയിലേക്കാണ്. അതെ, അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. എല്ലാരും ഈ കാണുന്ന ജനങ്ങളെല്ലാരും ഇതേ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നേർക്ക് സർവീസ് നടത്തുന്ന ആൾക്കും നേർക്ക് രോഗിനെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ റാസിക്ക് ഒരു 16 വർഷമായി മേഖലയിലേക്ക് ഇവരെ കമ്മിറ്റിയിൽ ഒന്നിച്ചുണ്ട്. ഒരു കമ്മിറ്റിയിൽ തന്നെ 16 വർഷം. അത് താങ്കളുടെ സുദീർഘമായിട്ടുള്ള ഒരു സേവനത്തെ മുൻനിർത്തിയിട്ട് താങ്കൾ ഒരുപാട് സംഘടനകളെ ആദരിച്ചിട്ടുണ്ട്. ആ സംഘടനകളുടെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും? എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനക്കാരും ആദരിച്ചതായിട്ടാണ്. ഈ പോലീസ് ഭാഗത്തുനിന്ന് പോലീസ് ഭാഗത്തുനിന്നുണ്ടായി. പോലീസ് ഭാഗത്തുനിന്ന് പറയാനേ പിന്നെ തോട്ടട ചാലക്ക് വെച്ചിട്ട് ഒരു ഫ്ലാറ്റ് ഇടിഞ്ഞു കൊണ്ട് നട്ടി നമുക്കൊരു വെടി വാങ്ങണം. നമുക്ക് ഈ ആംബുലൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പില് മെസ്സേജ് വിട്ട്, അപ്പൊ അത് കേട്ട് ഫ്ലാറ്റ് ഇടിഞ്ഞു, ഫ്ലാറ്റ് സത്യത്തിൽ എന്താ ഇടിഞ്ഞതല്ല, ഫ്ലാറ്റ് ഇടിഞ്ഞു പറഞ്ഞ മെസ്സേജ്. അപ്പൊ എന്തായാലും ആളുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി. അപ്പൊ കണ്ണൂരിലെ വണ്ടി പോരാ, അപ്പൊ ഇവിടുന്ന് എല്ലാം ഇല്ല വണ്ടി നമ്മൾ അങ്ങേക്ക് എത്താൻ തീരുമാനിച്ചു. അവിടെ എത്തി നോക്കുമ്പോ അന്ന് ഫ്ലാറ്റില്ല, ശരിക്ക് ഇസ്കോളിന്റെ 4 പൊട്ടി വീണതാണ്. ഒരു ചെറിയൊരു പരിപാടി പോലീസിന്റെ ഉണ്ടായിരുന്നു. അവിടെ കെട്ടിയ പായി കാറ്റിനടിച്ചിട്ട് പാറി വീണ്, അങ്ങനെ സംഭവിച്ച. അന്ന് അവരെല്ലാം ഞാൻ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഈ ആംബുലൻസിന് മുമ്പിൽ കസരത്ത് കാണിക്കുന്ന ചില ഡ്രൈവർമാരുണ്ട്. ഇപ്പൊ നിങ്ങളൊരു എമർജൻസി ഇപ്പൊ ഇതിൽ കിടക്കുന്ന ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള രോഗികളെല്ലാം കൊണ്ടുപോകുന്ന സമയം ഉണ്ടാകാം. അപ്പൊ ഈ ചില ഡ്രൈവർമാർ, അപ്പൊ അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതില് പിന്നെ ഹെവി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിക്കാർ നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരൊന്നും പിന്നെ അങ്ങനെ ഒരു സൈഡ് തരാണ്ടോ അങ്ങനെ ഒരു ഒതുക്കി തരാണ്ടോ ഒറ്റ ആംബുലൻസ് ഡ്രൈവർമാർക്ക് അനുഭവം ഉണ്ടാവില്ല. പുതുതായിട്ട് വരുന്ന കാറ് സത്യത്തിൽ അവർക്ക് അതിനെപ്പറ്റി പിന്നെ അതിനെപ്പറ്റി ശരിക്ക് അതിനെപ്പറ്റി വ്യക്തമായി സൈഡാക്കാനോ ഇതോ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ കളിപ്പിക്കുന്നല്ല സത്യത്തിൽ. അവർക്ക് ഇതെന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ അലാറവും ഓണടിയും ഇതെല്ലാം കേൾക്കുമ്പോൾ അവര് ബേജാറാകുന്നുണ്ടാവും ശരിക്ക്. പക്ഷെ അവർക്ക് ഇതെന്ത് ചെയ്യണം, ഇത് ഏത് വിധത്തിൽ ഒതുക്കി തരണം എന്നറിയാത്തതിലുള്ള ഒരു പ്രയാസം നമ്മൾക്കുണ്ട്. അത്രക്കാരോട് എന്താണ് റാസ്കിന് പറയാനുള്ളത്? അത്രക്കാരോട് ഞാനൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മളിപ്പം അലാറം ശരിക്കും ഉപയോഗിക്കുന്നത്, നമ്മൾ ഇതിന് സൗണ്ട് അലാറം ഉപയോഗിക്കുന്നത് ഫ്രണ്ടിലുള്ള വണ്ടിയോ ഇത് എവിടെയെങ്കിലും കയറി വരുന്ന ഒരു വണ്ടിയോ 100 മീറ്റർ മുമ്പേ ഇത് തിരിച്ചറിയാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ നല്ല സൗകര്യം ചെയ്തു തന്നാൽ ഈ വണ്ടി രോഗിനെ കൊണ്ട് നേരെ കടന്നങ്ങ് പോകും. ചവിട്ടാനോ കാര്യമോ ഒന്നും നമ്മൾ നിൽക്കുന്നില്ല. നമുക്ക് ഏറ്റവും വലുത് രോഗിയല്ലേ. നമ്മൾ ആ രോഗിനെ കൊണ്ട് ചവിട്ടുമ്പോൾ എല്ലാ രോഗിയൊന്നല്ല, നമ്മൾക്ക് ബ്രേക്കുമ്പോൾ ചവിട്ടാൻ കാല് വെക്കാണ്ട് പോകേണ്ട രോഗിയുണ്ട്. നട്ടലിനോ പൊട്ടോ ഇല്ല രോഗിനല്ലോ, നമ്മൾക്ക് ബ്രേക്ക് ചവിട്ടുന്നതിന് ആ രോഗിക്ക് ബുദ്ധിമുട്ട് ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ 16 വർഷമായി, ഇനി കാലങ്ങളിൽ ഈ മേഖലയിൽ തന്നെ തുടരാനാണോ താങ്കളുടെ ആഗ്രഹം? ഇതിപ്പോ ഇതിനെ കൊണ്ട് പൊരുത്തപ്പെട്ടു പോയ ഒരു ലൈന്, കാരണം ഇത് വിട്ടുപിരിയാൻ പറ്റാത്തൊരു കാരണം ഇതിന്റെ ലൈൻ മാറി. താങ്കൾക്ക് മറ്റുള്ള വണ്ടി ഓടിക്കുന്നതിന് പുറമെ താങ്കൾക്ക് മാറിയെന്ന് പറയാൻ കാരണം രോഗികളോടുള്ള ഈ ഒരു ഇടപെടലാന്ന് കൊണ്ടുവന്ന് മാറിക്കഴിഞ്ഞു. കാരണം ജീവിതത്തിന്റെ ശൈലിയെ മാറി. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു കമ്മിറ്റിയിൽ 16 വർഷമായില്ലാണ്. ഇപ്പൊ ചില രോഗികൾക്ക്, ഇപ്പൊ എല്ലാ രോഗികൾക്കും സാമ്പത്തികമായിട്ട് ഇതിന് ഇപ്പൊ ഏത് സമയത്ത് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒരു രോഗം വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലവർക്ക് ഈ കൊണ്ടുപോയിട്ട് വാഹനത്തിന് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായി? അങ്ങനെ ഉണ്ടാവും. അത് പിന്നെ നമ്മൾ കമ്മിറ്റി നമ്മളായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പം നമ്മൾക്കൊരു രോഗിയെ കയറ്റുമ്പോൾ തന്നെ അവരെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്നേരം നമ്മൾക്ക് വരുന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്നേരം അവിടെ പാസ്സാവും. ഏതായാലും റാസിക്കിനെ പോലെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാടുകളിൽ ആയിരക്കണക്കിന് നല്ല രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. അവരുടെ സ്വന്തം ജീവൻ പോലും പണയം പെടുത്തിയിട്ടാണ് ഈ മേഖലയിലേക്ക് അവർ ജോലി ചെയ്യുന്നത്. അവർക്കൊരു ജീവിത ഉപാധിയാണെങ്കിൽ തന്നെ ഇതൊരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ടാകാം എന്ന് വെച്ചിട്ട് മാറും ആ ഗണത്തിൽ ഒരിക്കലും പെടുത്താൻ പാടില്ല. കാരണം ഇവരിൽ 99.9% ഡ്രൈവർമാരും ഒരു സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയിട്ട് കൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഡ്രൈവർമാർ അങ്ങനെ വണ്ടിയെ ആംബുലൻസിനെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ട്രാഫിക്കിന്റെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുന്നു, അവർക്കെതിരെ ശക്തമായ രീതിയിൽ പൊതുസമൂഹം തന്നെ നടപടിയെടുക്കണമെന്നാണ്
റാസിക്കിന്റെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ അതിനു പുറമെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഡ്രൈവർമാർ ആംബുലൻസുമായി ചീറിപ്പായുമ്പോൾ ഈ ആംബുലൻസിന്റെ സൈഡ് കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ മുമ്പിൽ നിന്ന് കസരത്ത് കാണിക്കുന്നത്, അതൊക്കെ ഇതിന് വിജ്ഞാനമില്ലാത്ത ഡ്രൈവർമാരായിരിക്കാം. പലപ്പോഴും ഡ്രൈവർമാരുടെ അശ്രദ്ധയാണല്ലോ പല അപകടങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാരോടും പറയാനുള്ളത്, ഒരു ആംബുലൻസ് പോകുന്ന സമയത്ത്, ലാലാറ മുഴക്കി ആംബുലൻസ് പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഇത് കാണിക്കാതെ നിങ്ങൾ ആ വാഹനം മാറ്റി അവർക്കൊരു വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.